രാഹുൽ മാങ്കൂട്ടത്തിലും അതിജീവിതയും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റ് പുറത്ത്. ഫ്ളാറ്റ് വാങ്ങുന്നത് സംബന്ധിച്ച ചാറ്റാണ് പോലീസിന് ലഭിച്ചത്. 2024 ഡിസംബർ 20 ചാറ്റിൽ 3 ബെഡ്റൂം ഫ്ളാറ്റ് തന്നെ വേണമെന്നും രാഹുൽ ആവശ്യപ്പെടുന്നുണ്ട്. അതിനിടെ പാലക്കാട് KPM ഹോട്ടലിലെ മുറിയിൽ നിന്നും രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. സാജിദ് അജ്മലുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. സാജിദ്, മറ്റ് 2 കേസുകളിൽ ഇല്ലാത്തൊരു വകുപ്പ് കൂടി, അതായത് സാമ്പത്തിക ചൂഷണം, അത് ശരിവെക്കുന്നതാണോ ഇപ്പോൾ പുറത്തുവന്ന ചാറ്റുകൾ? മറ്റ് 2 കേസിലും ഇല്ലാത്ത ഈ സാമ്പത്തിക തട്ടിപ്പ് കൂടിയാണ് മൂന്നാമതായി രജിസ്റ്റർ ചെയ്ത കേസിൽ ഉള്ളത്. ഇതിൽ പലതരത്തിൽ ഉള്ള സാധനങ്ങൾ വാങ്ങാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ പണം തന്റെ കൈവശത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്നാണ് യുവതി പറയുന്നത്. ഇവർ വിദേശത്ത് ജോലി ചെയ്യുന്ന യുവതി കൂടിയാണ്. അടിവസ്ത്രം വാങ്ങാൻ പോലും പണം വാങ്ങിയിട്ടുണ്ട്. ചെരുപ്പ് വാങ്ങാനായി 10,000 രൂപ വാങ്ങി, വാച്ച് വാങ്ങാനായി പണം വാങ്ങി തുടങ്ങിയ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഫ്ളാറ്റ് വാങ്ങുന്ന യുമായി ബന്ധപ്പെട്ട ഒരു ചാറ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 2024 ഡിസംബറിൽ, അതായത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിലുള്ള ചാറ്റാണ് ഇത്. അതായത് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തന്നെ ഈ സ്ഥിരതാമസമാക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ സ്വന്തമായ ഒരു ഫ്ളാറ്റിൽ തന്നെ താമസിക്കണം എന്നൊരു തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിൽ എടുക്കുകയും അങ്ങനെ ഇവിടെ പാലക്കാടുള്ള ഒരു പ്രശസ്തമായ ഫ്ളാറ്റിന്റെ വിശദാംശങ്ങൾ അടങ്ങിയ ഒരു ബ്രൗഷറാണ് അയച്ച് നൽകുന്നത്. ഇതിൽ ഓരോ ഫ്ളാറ്റിന്റെയും വിലയും അതിന്റെ പ്രത്യേകതകളും എത്ര മുറികളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഈ ആദ്യം ബ്രൗഷർ അയച്ചു നൽകുന്നു. അതിന് മറുപടിയായി ഈ പരാതിക്കാരിയായ യുവതി പല കാര്യങ്ങളും വോയിസ് മെസ്സേജ് ആയി പറയുന്നുണ്ട്. അങ്ങനെ 2 ബെഡ്റൂമുള്ള മുറി പോരെ എന്നാണ് ഈ പരാതിക്കാരി ചോദിക്കുന്നത്. അപ്പോൾ 3 ബെഡ്റൂമുള്ള മുറി തന്നെ വേണം, കുറച്ച് വിശാലത ഇരിക്കട്ടെ, സ്പേഷ്യസ് ആവട്ടെ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അങ്ങനെ ഒരു ഫ്ളാറ്റ് വാങ്ങണമെങ്കിൽ 1 കോടി രൂപയിലധികം വില വരും. അത്രയും പണം കൂടി ഈ യുവതിയിൽ നിന്ന് വാങ്ങാനുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളത് എന്ന് വേണം അനുമാനിക്കാൻ. അത് ഈ തെളിവുകൾ കോടതിയിൽ കൃത്യമായി ഹാജരാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാമ്പത്തിക തട്ടിപ്പിന്റെ കൂടി കാര്യം തെളിയിക്കാൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ദൃശ്യം പുറത്തു വന്നിരിക്കുന്നത്, പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ 2002 എന്ന KPM ഹോട്ടലിലെ 1ാം നിലയിലെ മുറിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരെ കാണാം. DYSP മുരളീധരൻ ഷൊർണൂർ DYSP ആണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള 8 പോലീസുകാരാണ് ഈ ഹോട്ടലിലേക്ക് പോകുന്നത്. അവിടെ വാതിൽ മുട്ടി വിളിക്കുന്നു. കുറച്ചു സമയത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വാതിൽ തുറക്കുന്നു. ഈ DYSP പറയുന്നു, സാറിന്റെ പേരിൽ ഒരു കേസ് ഉള്ളത് കൊണ്ട് ഈ കസ്റ്റഡിയിൽ എടുക്കണമെന്ന് പറയുന്നു. അപ്പൊ ഏത് കേസാണ് എന്ന് ചോദിക്കുന്നു. പിന്നീട് വലിയ ഒരു തർക്കങ്ങളിലേക്കോ മറ്റൊന്നും പോകാതെ വളരെ പെട്ടെന്ന് രാഹുൽ ഈ പോലീസുകാർക്കൊപ്പം പോകുന്നതാണ് കാണുന്നത്. ഈ ദൃശ്യം പുറത്തുവിടുന്നതിലൂടെ പോലീസ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഒരു ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്ന ഒരു പരാതി ഈ കോടതിക്ക് മുൻപിൽ അടുത്ത ദിവസം എത്തുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡി എടുക്കുമ്പോൾ സംഭവിച്ചത് എന്നുള്ള ഒരു ദൃശ്യങ്ങൾ കൂടിയാണ് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്.
അതെ സാജിത്ത്, രാഹുൽ പോലീസിനോട് സംബന്ധിച്ച ഒരേ ഒരു കാര്യം എന്നത് അതിജീവിതയുമായി തനിക്ക് ബന്ധമുണ്ടായിരുന്നു, അത് ഉഭയസമ്മതപ്രകാരമുള്ള ഒരു ബന്ധമായിരുന്നു എന്നാണ്. മറ്റുള്ള ആരോപണങ്ങളെല്ലാം രാഹുൽ തള്ളിക്കളയുകയായിരുന്നു. എന്നാൽ അതൊക്കെ ശരിവെക്കുന്ന രീതിയിൽ എന്തെങ്കിലും വിവരങ്ങൾ ഈ ചാറ്റിലുണ്ടോ? രാഹുലിനെതിരായുള്ള എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഈ ചാറ്റിന്റെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഈ ഫ്ലാറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ്. അതാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇവർ തമ്മിലുള്ള വ്യക്തിപരമായ മറ്റ് സംസാരങ്ങളുടെ വിശദാംശങ്ങളൊന്നും തന്നെ ഈ ചാറ്റായി പുറത്തു വന്നിട്ടില്ല. ഈ യുവതിയുമായുള്ള ബന്ധം രാഹുൽ സ്ഥിരീകരിക്കുന്നുണ്ട്. അത് ഉഭയകക്ഷി പ്രകാരം ഉള്ള ഒരു ബന്ധമാണ്. തങ്ങൾ പ്രണയത്തിലായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ സ്ക്രീൻഷോട്ട് നോക്കുമ്പോഴും രാഹുൽ എന്ന് പറഞ്ഞ് ഒരു ഹൃദയത്തിന്റെ 2 ചിഹ്നമാണ് യുവതി ഇട്ടിരിക്കുന്നത്. ആ ഫ്ലാറ്റ് വാങ്ങുന്ന തരത്തിലുള്ള സംഭാഷണം നടക്കുന്ന ഒരു സൗഹൃദം അവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നും അതിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ അത് തന്നെ വഞ്ചിക്കുന്ന തരത്തിൽ ഗർഭിണിയാകണമെന്ന് നിർബന്ധിക്കുകയും അതിനുശേഷം അത് തന്റെ കുഞ്ഞല്ല എന്ന് രാഹുൽ പറയുകയും ചെയ്തതോടുകൂടിയാണ് DNA ടെസ്റ്റിന് വിധേയമാകാൻ ഈ യുവതി തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് പിന്നീട് ഈ DNA ടെസ്റ്റ് നടത്താനായി ഭ്രൂണം നൽകാൻ യുവതി പോകുന്നു. എന്നാൽ ആ കേന്ദ്രത്തിലേക്ക് സാജിദ് അജ്മലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ പുറത്തു വന്നിരിക്കുന്ന ചാറ്റുകൾ പ്രകാരമാണെങ്കിൽ 1 കോടിയിലേറെ രൂപ വില വരുന്ന ഫ്ളാറ്റ് വാങ്ങാനാണ് രാഹുൽ യുവതിയോട് പറയുന്നത്. ഇത്തരത്തിലാണെങ്കിൽ വലിയ രീതിയിലുള്ളൊരു സാമ്പത്തിക ചൂഷണം തന്നെയാണ് നടന്നിട്ടുള്ളത്.